കഴിഞ്ഞ ഒരു 2-3-4 മണിക്കൂറിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് നിങ്ങളിപ്പോ ഈ കാണുന്ന എന്റെ മുഖത്തെ ഈ എക്സ്പ്രഷൻ. എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. ദാ പറയല് മാത്രല്ല, നിങ്ങൾക്കത് കാണിച്ചും തരാം. വീട്ടിലൊക്കെ സാധാരണ വല്ല സ്പെഷ്യൽ അതിഥികളൊക്കെ വരുമ്പോഴാണ് നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. പിന്നെ വിഷു, ഓണം അങ്ങനൊക്കെ വരുമ്പോഴാണ് സാധാരണ നമ്മൾ എല്ലാ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കിയിടുക. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ അതിഥി ഞങ്ങളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അതിഥി ആരാണെന്നും ഞാൻ നിങ്ങളോട് പിന്നെ പറയാം. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു സംഭവങ്ങളൊക്കെ പൊട്ടിയും ഈ സംഭവങ്ങളൊക്കെ മാറ്റി കളഞ്ഞാലേ അതിഥിക്ക് ഇഷ്ടപ്പെടുള്ളൂ. കാരണം നമ്മുടെ ഒരു ആരോഗ്യത്തിനും ഈ വരുന്ന അതിഥിയുടെ ഒരു ആരോഗ്യത്തിനും ബെറ്റർ നമ്മുടെ ഈ വൃത്തിയായി ഈ റൂം സൂക്ഷിക്കുക എന്നതാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഏകദേശ രൂപമൊക്കെ കിട്ടിയിട്ടുണ്ടാവും ലേ. കിട്ടിയിട്ടില്ലെങ്കിൽ, കിട്ടിയവരുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഈ അലമാരയുടെ മുകളിൽ എല്ലാം നമ്മൾ പണ്ട് മുതലേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഈ മുകളിൽ അലമാരയുടെ മുകളിൽ കൊണ്ടുവെക്കുന്നത് പതിവാണ്. അങ്ങനെ വെച്ച് അലമാരയുടെ മുകളിൽ ഇപ്പൊ നിറഞ്ഞു തിങ്ങി കുറേ സാമാനങ്ങളാണ്. അതൊക്കെ എടുത്ത് മാറ്റാൻ തന്നെ എത്ര നേരം പിടിച്ചെന്നോ. കൂടാതെ പൊടി ഗംഭീര പൊടിയാണ്. ഞാൻ മാസ്ക് വെച്ച് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പൊ മുകളിൽ നിന്ന് എല്ലാ സാമഗ്രികളും എടുത്ത് തന്നെ ആദ്യം തന്നെ എല്ലായിടത്തും മാറ്റി. വലിയൊരു പെട്ടിയുണ്ട്. ഞാൻ ആദ്യം PSC പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബുക്സുകളൊക്കെ ഉള്ള ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി ആദ്യം തന്നെ ഞാൻ ഇറക്കി വെച്ചു. അല്ല കുപ്പിയും പാട്ടൊക്കെ പറക്കാൻ വരുന്നവർക്കൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം മോളിൽ നിന്ന് എല്ലാ അതും വൃത്തിയാക്കി. അപ്പൊ തന്നെ പകുതിയിലധികം പൊടിയൊക്കെ പോയി. പിന്നെ അലമാരിയും പഠിക്കുന്ന മേശകളുടെ ഒരു സ്ഥലം മാറ്റമൊക്കെ നടത്തി. അപ്പൊ കുറച്ചും കൂടി കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ കട്ടിലൊക്കെ ലേശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. അത് കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി. തൊടാന്ന് പറഞ്ഞ ഒരു 3-4 വട്ടം തുടച്ചു. ഫസ്റ്റ് തൊട നല്ല പൊടിയോട് കൂടിയുള്ള തൊടയോട് കൂടി തുടച്ചു. അത് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ കളഞ്ഞ് നല്ലോണം വീണ്ടും തുടച്ചു. പിന്നെയും വീണ്ടും തുടച്ചു. അങ്ങനെ അത്യാവശ്യം അഴുക്കൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അവസാനം ഒരു കുളിയൊക്കെ പാസിലാക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം എടുത്തു. അപ്പൊ പിന്നെ ഞാൻ എല്ലാം എടുത്ത് അപ്പുറത്താണ് കൊണ്ടുവച്ചിരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്റെ ദൈവമേ, ഇത്ര അധികം സാധനങ്ങൾ എന്റെ റൂമിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കിത് ഈ സാധനങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ അതും ഇതൊക്കെ എടുത്ത് അലമാരിലെ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് എത്രത്തോളം സാധനങ്ങൾ കൂടുന്നു, അതും അത്രത്തോളം പൊടിയും കൂടുന്നുണ്ട്. ഇത്ര അധികം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഒരു ചെറിയ റൂമിലെന്ന് എനിക്കിപ്പോ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഈ ഒരു ടെഡി ബെയർ ആകെ കേടായി. ഇതിന്റെ പഞ്ഞിയൊക്കെ പുറത്തേക്ക് വന്ന് ഇതിന്റെ ഉള്ളിൽ തന്നെ നിറച്ച് ഈ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഉടയ്ക്കാൻ പറ്റില്ല. കഴുകി 2-3-4 വട്ടമൊക്കെ കഴുകി ഉപയോഗിച്ചത് പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ക്ലീനിങ് വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.